കുഞ്ഞുനാളിൽ നമ്മൾ ആദ്യം ഫിലിമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഠിക്കാൻ വിളിച്ചാല് വരുവേല, നീ ഡാൻസ് പഠിക്കാൻ വിളിച്ചാൽ വരുവേല. പക്ഷെ അമ്മ കളിക്കുന്നതും കണ്ടിട്ട് നീ ചുമ്മാ ഇമിറ്റേറ്റ് ചെയ്താ പഠിച്ചാൽ സത്യം തന്നെയാണ്. കാരണം അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. നമ്മളങ്ങനെ ക്ലാസ്സിൽ കയറുമ്പം എപ്പോഴാണ് കോല എവിടെ സൈഡിൽ കൂടെയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അതായത് പറഞ്ഞാൽ ഈ ചിലപ്പോൾ അമ്മയും അല്ലെങ്കിൽ അമ്മയുടെ ചുറ്റുവട്ടത്തിലെ അമ്മയുടെ സീനിയർ മോസ്റ്റ് ആൾക്കാരും വിമലാമേനോന്റെ രീതിയിൽ ആ വയസ്സിൽ വെച്ചിട്ടാണ് എന്നെ കമ്പയർ ചെയ്യണത്. എവിടെ നമ്മൾ എത്താനാണ്? സോ അതോടെ ഞാൻ അതുകൊണ്ട് നേഹയ്ക്ക് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേഹ അടുത്ത് യു ഷുഡ് ആക്ച്വലി എൻജോയ്. എൻ്റെ കൂടെ ഇപ്പോൾ എത്ര കൊല്ലം നമുക്ക് ഒരു പെൺകുട്ടിയാണ് എത്ര കൊല്ലം എൻ്റെ കൂടെ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല, അവളുടെ കരിയർ എന്താണെന്നും കൂടി നമുക്കറിയില്ല. പക്ഷെ ഇരിക്കുന്നിടത്തോളം കാലം കലാപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും എൻജോയ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി മൂമെന്റ് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി അങ്ങനെ എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവർക്ക് ഇഷ്ടമായിരുന്നു ഡാൻസ്? അത് ഞാൻ ആകെ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിൽ സത്യം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി തന്നെ വേണമെന്ന്. അങ്ങ് ഭയങ്കര ആഗ്രഹമായിരുന്നു. ദൈവം സഹായിച്ചു പെൺകുട്ടി തന്നെ കിട്ടി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു അവൾക്ക് ഡാൻസിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ ഞാൻ ക്ലാസ് എടുക്കില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഏതാ മോക്ക് ഇഷ്ടം? ഭരതനാട്യം, കുച്ചിപ്പുടിയോ, മോഹിനിയാട്ടോ? അങ്ങനെ കുച്ചിപ്പുടി ഇതുവരെ പഠിച്ചില്ല. അപ്പൊ ഇപ്പൊ ഏതാ പഠിച്ചേ? മോഹിനിയാട്ടം തുടങ്ങി. ഓക്കെ. പാട്ടൊക്കെ ഗോയിങ് ഓൺ, പഠിക്കുന്നുണ്ട്. അല്ല, പാട്ടിനേക്കാളും ഡാൻസിനാണ് എനിക്ക് ഇഷ്ടം കാണിക്കും. പക്ഷേ ഒരു ഡാൻസർക്ക് ഒരു ബേസ് നോളജ് വേണം അവിടെ. അതിനെ പറ്റി ആ പാട്ടിനെ പറ്റി ഒരു ഐഡിയ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പോസ് ചെയ്യാനോ ഒക്കെ കുറച്ചുകൂടെ ഒരു കഴിവുണ്ടാവുള്ളൂ. ഓക്കെ. അതിപ്പം മെയിൻ ഡാൻസുകളുടെ മെയിൻ കാര്യങ്ങളാണ് ചോദിച്ചത്, അതെല്ലാം പോട്ടെ. ഇപ്പൊ നീ പുതിയൊരു നാട്ടിലേക്കല്ല ചെന്ന് മലേഷ്യയിലേക്ക് ചെല്ലുമ്പോൾ മലേഷ്യൻ ഫുഡ്സ് എന്ന് പറയുന്നത് എന്തുവാ? ബേസിക്കലി റൈസ് തന്നെയാണ്. എനി ടൈം റൈസാണ്. നമ്മൾ ദോശ, ഇഡ്ഡലി നമുക്ക് പറഞ്ഞാൽ ഏത് നേരവും കഴിക്കാമെന്ന് പറയണ മാതിരി അവർ ഏത് നേരവും കഴിക്കുന്നത് റൈസാണ്. രാവിലെ നാസിലമ്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, എനി ടൈം. ചോറ്, സ്റ്റിക്കി റൈസ്, കോക്കനട്ട് മിൽക്കിൽ ഉണ്ടാക്കുന്ന റൈസ്, കുറച്ച് കടല, കുറച്ച് ഉണക്കമീൻ, ഒരു അതൊക്കെ ഡെക്കറേഷൻസ്, ഒരു 2 കഷ്ണം ക്യൂക്കമ്പർ, 2 കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറിയ സ്മോൾ ടൊമാറ്റോ അല്ല ഓംലെറ്റിന്റെ എന്തെങ്കിലും ഒരെണ്ണത്, പിന്നെ ഒരു സമ്പൽ. അതാണ് സമ്പൽ എന്ന് പറഞ്ഞാൽ ഈ മുളകില്ലേ, ചുമന്ന മുളക് നല്ലോണം വറുത്തിട്ട് അതിലേക്ക് ഒരു പേസ്റ്റ് മാതിരി ഉണ്ടാക്കുന്നു. കുറച്ച് 2 ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു സാധനം. പക്ഷെ അത് എനി ടൈം അതിങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ എനി ടൈം. നെക്സ്റ്റ് ഓപ്ഷൻ പറാട്ട, റോട്ടി ചനായി. അത് പറാട്ട അല്ല, റോട്ടി ചനായി. നമ്മുടെ കേരള പൊറോട്ട കുഞ്ഞതല്ല, ഇത്തിരി ആന സൈസ് വലുപ്പത്തിലുള്ള. പിന്നെ നോൺ വെജ് രാവിലെ മുതൽ. വെജിറ്റേറിയൻസ് കുറവാ. വെജിറ്റേറിയൻ നമ്മള് കിട്ടും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലേഷ്യയിൽ നിന്ന് ഫുഡ് എന്താണ് ഉണ്ടാക്കിയെന്ന് ആദ്യം പറയും. ഞാൻ പറയാം, ക്രിസ്പി ഫ്രൈഡ് എഗ് ആണ്, അതിന്റെ കൂടെ കുറച്ച് സാലഡ്. അത് ചുമ്മാ ഞാൻ അതിനകത്ത് കുറച്ച് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ബേക്കൺ. എനിക്ക് തെറ്റി പറ്റിപ്പോയോന്ന് വിചാരിച്ചില്ല. ഇത് ചുമ്മാ മറ്റേത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ധൈര്യമായിട്ട് കഴിക്കാം. ഇത് എന്റെ പഴയ സ്വഭാവം നമുക്ക് കഴിക്കാം. ഞാനിപ്പോ ഡീസന്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ മലേഷ്യക്ക് പോവാണ് അടുത്ത്. വെരി ഗുഡ്. ഇത് കഴിച്ച എടുത്തപ്പോഴേ എനിക്ക് ആദ്യമേ മനസ്സിലായി, വേണ്ട കേട്ടോ കുഞ്ഞാദ്യം കഴിക്കട്ടെ ധൈര്യമായിട്ട്. ഇത്ര പേടി അല്ലല്ല, പക്ഷെ എനിക്ക് പേടിയില്ല. കാരണം അമ്മ പറയും, എന്റെ അമ്മ പറയും, നിന്റെ കേറ്ററിംഗ് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചാ പോലെ. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് നീ ചോദ്യം ചോദിച്ചോട്. ആ ധൈര്യത്തിലല്ലേ ഞാൻ വരാൻ തീരുമാനിച്ചത്. ഇതെന്താണ് ഇതിനകത്ത് സാധനം? മുട്ടയാണോ? വേറെ ഒന്നുമില്ല. അതെയോ? അതിന് വേറെ ഒരു എന്താ പറയാ വേർഷനിൽ തന്നേ ഉള്ളൂ. നമ്മൾ എന്നും ശരിക്കും പറഞ്ഞാൽ സ്ക്രാമ്പിൾഡോ അല്ലെങ്കിൽ ഓംലെറ്റോ അങ്ങനെയല്ലേ കഴിക്കുന്നത്. ഇത് ജസ്റ്റ് ഫ്രൈഡ് എഗ്സ് വിത്ത് സാലഡ് കഴിക്കണം. വാ, കൊച്ച് ഈസ് ഹാപ്പി. ഹാപ്പിയാ, കാരണം അതിനകത്ത് സാധനം. അവർക്ക് നോൺ വെജ് ആ കൂടുതൽ ഇഷ്ടം. നന്നായിട്ട് കേട്ടോ, ശരിക്കും നന്നായിട്ട് കേട്ടോ. ഇത് എപ്പാർട്ട് ഓഫ് ജോക്സ് എല്ലാം ശരിക്കും നന്നായിട്ടുണ്ട്. മോക്ക് നോൺ വെജിനോടാ കൂടുതൽ ഇഷ്ടം, വെജ് ഇഷ്ടമല്ല? അങ്ങനെയല്ല, വൺസ് ഇൻ എ ബ്ലൂ മൂൺ അത്രയും മതി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ല. രാജേഷ് ശബരിമലയ്ക്ക് പോവേ, അപ്പം 41 ദിവസത്തെ വ്രതമാണ്. അപ്പം അമ്മേ അച്ഛൻ ഇറങ്ങിയോ, അമ്മേ അച്ഛൻ ഇറങ്ങി. ആദ്യത്തെ തവണ നമ്മൾ വിചാരിച്ചു, എന്താ അല്ലേ കുട്ടിക്ക് എന്തൊരു അല്ല, ഭക്തി മാത്രമല്ല, നമ്മൾ വിചാരിക്കും കുട്ടി ഇങ്ങനെ കാത്തിരിക്കുക അച്ഛനെ കാണാൻ. ഇറങ്ങിയിട്ട് വേണം അവൾക്ക് നോൺ വെജ് കഴിക്കാൻ. അത് മിക്കടത്തുള്ളതാട്ടോ. അവിടുന്ന് ഒന്ന് ദർശനം കഴിഞ്ഞ് താഴോടൊന്ന് വന്ന് മാല ഊരി കഴിഞ്ഞ് കുളിച്ച
അതിനെ പുറത്തോട്ട് വീഴും. അത് തന്നെയാണ് എല്ലായിടത്തും ഉള്ള സൈക്കോളജി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ഇഷ്ടമായോ? നന്ദി, കഴിക്കും. താങ്ക് യു. ഗുഡ്. ഹോം മേക്കർ ആണെന്ന് മനസ്സിലായി ഇപ്പൊ. അല്ല അല്ലേലും അറിയാം, ബട്ട് സ്റ്റിൽ. എടാ ഞാൻ ശരിക്കും കണ്ടു നിന്നെ കണ്ടപ്പോൾ കുറേ എനിക്ക് ഫസ്റ്റ് ഒരു ഡിഫറൻസ് തോന്നിയെന്നു വെച്ചാൽ നീ പണ്ടത്തേന്നും കുറേ മെച്ചുവേർഡ് ആയി. നാച്ചുറലി വിൽ ബിക്കം മെച്ചുവേർഡ്, ബട്ട് സ്റ്റിൽ കേട്ടോ പണ്ടത്തെ അപ്പം എന്തായിരുന്നു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അത് വെച്ച് ഞാൻ പറയുക, നീ കുറച്ചൊരു മെച്ചുവേർഡ് ആയിരുന്നു. നാച്ചുറൽ ഒരു അമ്മയാകുമ്പം അല്ല, പ്രത്യേകിച്ച് മകൾ അടുത്തിരിക്കുമ്പോൾ കുറച്ച് മെച്ചുവേർഡ്. ആ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത്. അല്ല, ബേസിക്കലി മെച്ചുവേർഡ് ആയിട്ടുണ്ട് ശരിക്കും. പഴയ കാലത്തോട് നമുക്ക് ഇച്ചിരി ഒന്ന് പോയി ചേർട്ടെ. മക്കൾ കഴിച്ചോ, ഞാനും അമ്മയും ഒന്ന് കുറച്ച് റിവൈൻഡ് അടിച്ചിട്ട് വരാം. നീ ഫസ്റ്റ് പവിത്രത്തിലല്ല ചെയ്തേ, അതിന് മുന്നേ നീ ചെയ്തിട്ടുണ്ട്. അതിന് മുൻപേ ഞാൻ പ്രിയദർശൻ അങ്കിളുടെ ഒന്നാം കുന്നിൽ ഓരെടുക്കുന്നത്. പിന്നെയാണ് ശരിക്കും പത്മരാജൻ അങ്കിള് അമ്മയുടെ എൻ്റെ കൂടെയാണ് മാധു പഠിച്ചത്, അങ്കിളുടെ മകള്, അതായത് ഡാൻസ് ക്ലാസ്സിൽ. അങ്ങനെ അങ്കിൾ ഇതേമാതിരി. പിന്നെ അങ്കിളുടെ പടം എന്ന് പറയുന്നത് നമുക്കൊരു പടമല്ല, നമ്മുടെ വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വരുന്ന ഒരു എഫക്റ്റ് അല്ലേ. അപ്പോൾ അങ്കിളുടെ പടം അങ്ങനെ 2 പടം ചെയ്തു. ശരിക്കും പവിത്രമാണ് ഒരു സീരിയസ് ആയിട്ടൊരു സിനിമ ആയിട്ട്. ഇപ്പോൾ രാജവേട്ടൻ ഒരു സ്റ്റോറി ആദ്യം പറഞ്ഞു തരുകയും ക്യാരക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുകയും ശരിക്കും ടെക്നിക്കലി ആസ്പെക്ട്സ് ഒക്കെ നോക്കുമ്പോൾ സന്തോഷ് ശിവൻ അങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാരുടെ വലിയ ഒരു നീണ്ട നേരം ആർട്ടിസ്റ്റ് സെക്ഷൻ ആണെങ്കിലും ടെക്നിക്കൽ സെക്ഷൻ ആണെങ്കിലും എല്ലാം വലിയ വലിയ ആൾക്കാരാണ് അതിനകത്ത്. ശരിക്കും സിനിമ എന്ന് സീരിയസ് ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങിയത് പവിത്രമാണ്. ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം നീ ബേസിക്കലി ഒരു കലാതിലകം ഒക്കെ ആയിരുന്നു. ഈ നമ്മുടെ ഈ കുറേ പ്രയാസപ്പെട്ട് വരുന്ന കുഞ്ഞുങ്ങളോട് കുറേ കഴിവുകളുള്ള അങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ എന്നതേലും ഒരു ഇപ്പം ആസ് സച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് ആൻസർ ചെയ്യാം. ഇപ്പം കേരള നാട്യ അക്കാഡമി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ വർഷവും 6 to 8 മാക്സിമം 10 പേരെയാണ് നമ്മൾ ഒരു വിദ്യാരംഭത്തിന് എടുക്കുന്നത്. അതിലൊരു 6 പേരെങ്കിലും അല്ലെങ്കിൽ 6-8 പേരെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഫുൾ പഠിപ്പിക്കുന്നത്. വെരി ഗുഡ്. അത് എല്ലായിടത്തും അവിടെ അതെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എടാ പക്ഷേ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിലൊക്കെ നമ്മൾ എന്നതേലൊക്കെ ഇപ്പം സ്കൂളിൽ നിന്ന് തന്നെ പോവാന്ന് വെച്ചോ, പക്ഷേ സ്പോർട്സിൽ നല്ലതായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ന ജോലി റെയിൽവേയിൽ മറ്റേ പെർഫോമൻസ് ബെസ്റ്റ് ആണെങ്കിൽ റെയിൽവേയിൽ ജോലി, മറ്റേ ജോലി, ഗവൺമെന്റ് ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കലാരംഗത്ത് ഇപ്പം കലാതിലകമായിട്ട് ഇറങ്ങിയ ഒരു കുട്ടി, അല്ലെ PhD എടുത്ത ഒരു കുട്ടി, അല്ലെ ഡോക്ടറേറ്റ് എടുത്ത കുട്ടി, അവർക്കൊന്നും ഒരു അംഗീകാരം കിട്ടാതെ വളരെ കുറവാണ്. ഒന്നും തന്നിട്ടില്ല ഗവൺമെന്റ്. ഒന്നുമില്ല, ആക്ച്വലി ഒന്നുമില്ല. ആകെ കൂടെ പറയാൻ പറ്റുന്നത് നമുക്കൊരു സ്റ്റേറ്റ് സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കോളേജിലോട്ടുണ്ടാകുന്ന ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലാതിലകമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഇതാണ്. അത് തന്നോട്ട് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഭയങ്കര ഓഫേഴ്സ് ഒന്നുമില്ല. ഒരു ജോലിക്ക് 100% അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ റിയാലിറ്റി ഷോവിനെ കുറിച്ചൊക്കെ നിനക്ക് എന്നാ അഭിപ്രായം? അതിന്റെ ആ റിയാലിറ്റിയെ കുറിച്ച് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ഇപ്പം നമ്മൾ ഒരുപാട് കലാകാരന്മാരെ ഇന്ന് കേരളം അറിയുന്നത് റിയാലിറ്റി ഷോ ആണ്. പക്ഷെ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് SMS ആൻഡ് അതല്ല. ഇപ്പം ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നേരിട്ട് നിന്റെ റിയാക്ഷൻസ് ഞാൻ മനസ്സിലാക്കുന്നതും ക്യാമറയിലൂടെ മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ജഡ്ജിങ് പാനലിൽ ഇരുന്ന ഒരാൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനും പുറത്ത് വെറുതെ നമ്മൾ ഒരു പാട്ട് കേട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡാൻസ് ക്യാമറയിലൂടെ കാണുന്നതിന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്റ്റേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാമറയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എനിക്ക് ഉണ്ടാവുന്ന സ്റ്റേജിൽ ഞാൻ എങ്ങനെ ആ സ്റ്റേജ് നിറഞ്ഞു ചെയ്തു എന്നുള്ളത് ക്യാമറമാൻ കാണിക്കണം അല്ലെങ്കിൽ എഡിറ്റർ കാണിക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അത് കാണില്ല എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ നേരിട്ട് കാണാണ് ആ കുട്ടി സ്റ്റേജ് ഉപയോഗിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ ആ കമന്റിൽ ഞാൻ ആ കുട്ടിയെ വിഷമിപ്പിക്കേണ്ടെന്ന് പലതും നമ്മൾ ചുരുക്കി പറയും. നമ്മള് സാക്രിഫൈസ് ചെയ്യണം, ഒന്നും പറയാനൊക്കത്തില്ല. അല്ല, ഞാൻ ഓണസ്റ്റ്ലി പറയാറുണ്ട്. ഞാൻ അവരോട് പറയുകയും ചെയ്യാം, എനിക്ക് പറയാനുള്ളത് ഞാൻ മുഴുവൻ പറയും. അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് അത് ബെനിഫിറ്റ് ചെയ്യണം. സത്യം, ഇത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് ഇതിനോട് യോജിക്കുന്നുണ്ട്? അമ്മയുടെ അഭിപ്രായം എന്നാ? അമ്മ ഈ പറയുന്ന ഓക്കെയാ? അമ്മ ഇങ്ങോട്ട് നോക്കൂ, അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ്. Yeah, I believe in it. It's probably അമ്മൂമ്മ പറഞ്ഞതായിരിക്കണം. അപ്പം അമ്മ if she believes in it, obviously I have to also believe, right? Okay, അപ്പൊ അമ്മ പറയുന്ന അതേപോലെ തന്നെ എല്ലാം കേട്ട് മനസ്സിലാക്കി നോട്ട് ബാഡ് അല്ലേ? ഇപ്പോഴത്തെ ജനറേഷൻ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ.